വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. കേരള ജൈവ കർഷക സമിതി ഏറാമല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി കൊയ്ത്തുത്സവം നടത്തി. ഓർക്കാട്ടേരി കുനിയേൽത്താഴ വയലിൽ നടത്തിയ നെൽകൃഷി കൊയ്ത്തുത്സവം ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. മിനിക ഉദ്ഘാടനം ചെയ്തു. ഏറാമല ജൈവ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ശ്രദ്ധ നേടുകയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ നിർദ്ദേശം മികച്ച കർഷകരായി ഈ തിരഞ്ഞെടുക്കേണ്ട ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ 4 വർഷവും മികച്ച രൂപത്തിലുള്ള കാർഷിക പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സബ്സിഡിയോടുകൂടി ജനങ്ങൾക്ക് സൗജന്യമായി നൽകേണ്ടത് സൗജന്യമായും സബ്സിഡിയോടുകൂടി നൽകേണ്ടത് സബ്സിഡിയായും ഒക്കെ നമ്മൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നൽകുകയും മികച്ച രൂപത്തിൽ കാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു തനത് പരിപാടി എന്നുള്ള നിലക്ക് 5-ാം വാർഡിലെ കൈപ്പാട് 100-200 ഏക്കറോളം തരിശു ഭൂമിയായി കിടക്കുന്ന അവിടെ ഒരു ഇറിഗേഷന്റെ വർക്കുമായി ബന്ധപ്പെട്ട് തരിശു ഭൂമിയായി കിടക്കുന്ന ഭൂമി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും കൃഷിക്കാരെ കൊണ്ട് കൃഷി ചെയ്യാനുള്ള നെൽകൃഷി ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായും നമ്മൾ കർഷകരെ കൂട്ടിയോജിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ നടപടിക്കും നമുക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും, ഇവിടെ നിൽക്കുന്ന പപ്പേട്ടനായാലും രവിയേട്ടനായാലും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജൈവ കൃഷി രീതികളും അതിൻ്റെ പ്രചാരണവും ജൈവോൽപ്പന്ന വിതരണവും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് കേരള ജൈവ കർഷക സമിതി. ജൈവ കൃഷി രീതിയിലൂടെ രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഭാവി ജീവിതം എന്നതാണ് സമിതിയുടെ മഹത്തായ സന്ദേശം. ജൈവസമിതി വില്ലേജ് സെക്രട്ടറി രവീന്ദ്രൻ ചള്ളയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജോഷി അധ്യക്ഷത വഹിച്ചു. ഏറാമല അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷീജ ഗോപാൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ജസീല വി കെ, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ശ്രീശൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ സലീം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഷീമ, ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണമ്പ്രത്ത് പത്മനാഭൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പദ്ധതി കോർഡിനേറ്റർ ശിവദാസ് കുനിയിൽ, എടക്കുടി ഗോവിന്ദൻ,
KP ബാബു, രാജീവൻ ഊട്ടുകണ്ടി, MR വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വളർന്നുവരുന്ന തലമുറയ്ക്ക് നെൽകൃഷി രീതിയെപ്പറ്റിയും മറ്റും മനസ്സിലാക്കിക്കുവാൻ ഓർക്കാട്ടേരി LP സ്കൂളിലെയും ഓർക്കാട്ടേരി MES പബ്ലിക് സ്കൂളിലെയും ഓർക്കാട്ടേരി വേദവ്യാസ സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ട്രഷറർ TK രോഹിണി നന്ദി പറഞ്ഞു.